നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്ലോകം 68 വരെ നോക്കിയിരുന്നു. ഈ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ, സത്യബുദ്ധിയോടുകൂടി വ്യാപരിക്കുമ്പോൾ, അതിലാണ് നിത്യമായ തൃപ്തി എന്ന് കണ്ട് നമ്മൾ വ്യാപരിക്കുമ്പോൾ, കടലിലെ നൗകയെപ്പോലെ, തോണിയെപ്പോലെ അത് കാറ്റിനനുസരിച്ച് അത് ഒഴുകി അങ്ങെങ്ങും പോകുന്നത് പോലെ നമ്മുടെ മനസ്സ് അചഞ്ചലമായി നിത്യമായ സമാധാനത്തെ ഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അനുഭവിക്കുന്നില്ല. നമ്മുടെ മനസ്സിനെ, നമ്മുടെ വിവേകത്തെ അപഹരിക്കുന്നു എന്ന് കണ്ടു. അതുപോലെ ഇതിനെയെല്ലാം നിഗ്രഹിച്ചവർ, ഈ ഇങ്ങനെ വിഷയാരാമനല്ലാതെ ആത്മാവിൽ തൃപ്തരായി ആത്മചിന്തയിൽ ഒതുങ്ങിയ ആത്മനിഷ്ഠനായവര്, തത്വജ്ഞനില് അവര് ശബ്ദാദി വിഷയങ്ങളിൽ നിന്നും എല്ലാ വിധത്തിലും നിഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ശബ്ദാദി വിഷയങ്ങളെ സത്യബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ സ്വാർത്ഥബുദ്ധിയോടുകൂടി നീങ്ങുന്നില്ല അതിലേക്ക് എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടു. അപ്പോൾ ഒരു സംയമിയും വിഷയിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് അടുത്ത ശ്ലോകത്തിൽ കാണിക്കുകയാണ്. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹ്. ഇവിടെ രാത്രി പകൽ എന്ന് രണ്ട് കാര്യങ്ങളെ എടുത്ത് ഉപമിച്ചുകൊണ്ട് പറയുകയാണ്. രാത്രിയും പകലും എത്രത്തോളം വ്യത്യാസമായിരിക്കുന്നു അല്ലേ? ഇരുട്ടും വെളിച്ചവും രണ്ടും ടോട്ടലി ഓപ്പോസിറ്റാണ്. അതിനെ എടുത്തുകൊണ്ട് ഒരു വിഷയി എങ്ങനെയാണെന്നും ഒരു സംയമി അല്ലെങ്കിൽ തത്വജ്ഞൻ വിഷയങ്ങളിൽ വ്യാപരിക്കാതെ, നമ്മുടെ ഒരു വിഷയി വ്യാപരിക്കുന്ന പോലെ വ്യാപരിക്കാതിരിക്കുന്ന സംയമി തത്വജ്ഞനും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കുകയാണ്. സർവഭൂതാനാം യാ നിശാഭവതി, സകല പ്രാണികൾക്കും ഏതൊന്നു രാത്രിയാണോ, തസ്യാം സംയമി ജാഗർത്തി, അവിടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒതുക്കിയവൻ ഉണർന്നിരിക്കുന്നു. അപ്പോൾ എവിടെയാണ് ഉണർന്നിരിക്കുന്നത്? ആ സംയമി അല്ലെങ്കിൽ തത്വജ്ഞൻ തത്വബോധത്തിലാണ്. ആത്മതത്വ ഭിന്നമായിട്ട് ഇവിടെ യാതൊന്നുമില്ല എന്ന് കാണുന്നു. അപ്പോൾ ആ തത്വബോധത്തിലിരിക്കുന്നവൻ വിഷയങ്ങൾ അവനെ ഭ്രമിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവനെ ബന്ധിക്കുന്നില്ല. അതിന് ഓപ്പോസിറ്റാണ് നമ്മൾ വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു വിഷയി അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ. ആ വിഷയങ്ങളിലാണ് നിത്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് സത്യം എന്ന് കണ്ട് അതിൻ്റെ പിന്നിൽ പോകുന്നവൻ ബന്ധിക്കുന്നു അവനെ വിഷയങ്ങൾ. കൂടുതൽ ബന്ധനത്തിനടിമയായി മനസ്സ് കലുഷിതമാകുന്നു. അപ്പോൾ രാത്രിയും പകലും എന്ന പോലെ ഉണർന്നിരിക്കുന്ന ആ തത്വജ്ഞന്റെ നിലയെ ഉറങ്ങിക്കിടക്കുന്നവൻ അറിയുന്നില്ല. അപ്പോൾ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവൻ അത് സ്വപ്നം കാണുമ്പോൾ അത് ജാഗ്രത പോലെ തന്നെയാണ്, അതായത് സത്യബുദ്ധിയാണ് അവിടെ. ഉണർന്നിരിക്കുന്നവനോ അത് സ്വപ്നതുല്യമായ അതിലേക്ക് വല്ലതും തോന്നുന്നു, അതിനോട് എന്താ പറയുക, അതിൽ എന്തെങ്കിലും ഒരു ഫലത്തെ കിട്ടാനോ അല്ലെങ്കിൽ വിഷയങ്ങളിലേക്കോ ഭ്രമിക്കുമോ ഉണർന്നിവൻ. അത് സ്വപ്നമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു, ഇത് സത്യമല്ല എന്നറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു ഉണർന്ന തത്വജ്ഞാനി ഇതിലൊന്നും സത്യത്വമില്ല, എല്ലാം ഉള്ളത് എന്താ? ആത്മാവിന് ഭിന്നമായിട്ട് യാതൊന്നുമില്ല. അവനെ സ്വപ്നത്തിൽ ഇരിക്കുന്നവനെ പോലെ അല്ലല്ലോ, അപ്പം നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഉണർന്നിരിക്കുന്ന പകൽ പോലെയാണെങ്കിൽ അത് ഉണരാത്തവന് രാത്രി തന്നെയാണ്, അതായത് ഓപ്പോസിറ്റാണ്. അവൻ അറിയുന്നില്ല എന്താണ് ഒരു തത്വജ്ഞന്റെ നില എന്നുള്ളത്. ഇപ്പം മരുഭൂമിയിലെ മരുമരീചിക കാണുമ്പോൾ, ദൂരത്ത് കാണുമ്പോൾ അത് വെള്ളമാണെന്നറിഞ്ഞ് അത് ദാഹിക്കുന്നവൻ അങ്ങോട്ട് ഓടിയെടുക്കും മരുമരീചികയിൽ. പക്ഷെ ഒരുവൻ അത് കണ്ടു, എടുത്തു പോയി, അത് അറിഞ്ഞു അത് മരുമരീചികയാണ്, അത് വെറും മണലിൽ വെയിൽ കൊണ്ട്, ആ സൂര്യപ്രകാശം കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് അറിഞ്ഞ് അതിനെ നേരെ കണ്ടറിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ വീണ്ടും മരുമരീചിക കാണാം. പക്ഷെ അത് അവനെ ബന്ധിക്കുന്നില്ല, അവനെ മോഹത്തിന് അടിമയാക്കുന്നില്ല. കാരണം അത് മരുമരീചികയാണ്, അവൻ തിരിച്ചറിഞ്ഞു. അറിയാത്തവനോ ദൂരെ നിന്ന് അത് അതിലേക്ക് ഓടിച്ചെല്ലുന്നു. എന്നതുപോലെ തത്വജ്ഞനെ വിഷയങ്ങൾ ബന്ധിക്കുന്നില്ല. വിഷയങ്ങളിൽ സത്യത്വ ബുദ്ധി അതിലില്ല. അവിടെ സത്യത്വമല്ലാതെ മറ്റൊന്നും യാതൊന്നും ഇല്ലാത്തത് കൊണ്ട് വിഷയങ്ങളിലേക്ക് അവൻ്റെ മനസ്സ് വ്യാപരിക്കുന്നില്ല. ഒരു വിഷയിയെ പോലെ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ, അജ്ഞാനിയെ പോലെ, അതിലേക്ക് തത്വബോധം ഇല്ലാത്തവനെ പോലെ വിഷയങ്ങളിൽ പോകുന്നില്ല, വിഷയങ്ങൾ ബന്ധിക്കുന്നുമില്ല.
യസ്യാം ഭൂതാനി ജാഗ്രതി പശ്യതഃ മുനേ സാ നിശ. അപ്പൊ യാതൊന്നിൽ അജ്ഞാനികൾ ഉണർന്നിരിക്കുന്നുവോ, അതായത് ഈ വിഷയബുദ്ധിയിൽ ഇരിക്കുന്നുവോ, അതിന് ആത്മബുദ്ധിയിൽ ഇരിക്കുന്നവന് അത് രാത്രി പോലെയാണ്. അത് രാത്രിയാണ് അവന്. നേരെ തിരിച്ചും അവൻ ഏതാണോ സാധാരണ അജ്ഞാനിക്ക്, സാധാരണ ഒരു വിഷയിക്ക് എങ്ങനെയാണോ ഈ ജാഗ്രത്തിലെ അനുഭവങ്ങൾ സത്യബുദ്ധിയായിരിക്കുന്നുവോ, അതിലേക്ക് ഓടിയെടുക്കുന്നുവോ, അത് തത്വജ്ഞനെ സംബന്ധിച്ചോളം രാത്രി പോലെ ഭിന്നമാണ് അല്ലെങ്കിൽ വ്യത്യാസമാണെന്ന് പറയുകയാണ്. രണ്ടും വ്യത്യാസം അങ്ങനെ കാണിച്ചിരിക്കുന്നു. അടുത്ത ശ്ലോകം. ആഭൂര്യമാണമജല പ്രതിഷ്ഠം സമുദ്രമാപഹ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമീ. ആഭൂര്യമാണം അജലപ്രതിഷ്ഠം സമുദ്രം ആപഹ യദ്വത് പ്രവിശന്തി. ഇവിടെ ആഭൂര്യമാണം നിറഞ്ഞിരിക്കുക, ചുറ്റുപാടും വന്ന് നിറഞ്ഞിരിക്കുന്ന അജലപ്രതിഷ്ഠം, നിലതെറ്റാതെ ഉറച്ചതുമായ പ്രതിഷ്ഠമായ സമുദ്രം ആപഹ, സമുദ്രത്തിലെ നദി തുടങ്ങിയ പ്രവാഹങ്ങള് യദ്വത് പ്രവിശന്തി, നദി തുടങ്ങിയ പ്രവാഹങ്ങൾ സമുദ്രത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നുവോ, സമുദ്രത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഈ നദികളെല്ലാം ചെല്ലുമ്പോഴും നിറഞ്ഞിരിക്കുന്ന, അചഞ്ചലമായിരിക്കുന്ന, അങ്ങനെ കവിഞ്ഞിരിക്കുന്ന കടലിലേക്ക്, സമുദ്രത്തിലേക്ക് നദികൾ ചെല്ലുമ്പോൾ യാതൊരു മാറ്റവും എങ്ങനെ ഉണ്ടാകുന്നില്ലയോ, തദ്വത് സർവേ കാമാഹായം പ്രവിശന്തി സഹ ശാന്തിം ആപ്നോതി. അപ്രകാരം എല്ലാ വിഷയങ്ങളിലും തത്വജ്ഞനിലും വന്നു ചേരുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിനെ അത് ഇളക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തത്വബോധത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അവിടെ ഈ വിഷയങ്ങൾ അദ്ദേഹത്തെ ഒരു വിഷയെ പോലെ, അജ്ഞാനിക്ക് ഉണ്ടാകുന്നത് പോലെ ഭ്രമിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ബന്ധിക്കുന്നില്ല. ആ വിഷയങ്ങളിൽ നിന്നാലും അതൊന്നും അദ്ദേഹത്തെ ബന്ധിക്കുന്നില്ല. കാരണം എന്താ? അദ്ദേഹം തത്വത്തിന് ഭിന്നമായി അവിടെ യാതൊന്നും കാണുന്നില്ല, സത്യബുദ്ധി മറ്റൊന്നിലുമില്ല, ഒരു അജ്ഞാനിയെ പോലെ. രണ്ടും തമ്മിൽ വളരെ നേരെ തിരിച്ചുള്ള അനുഭവങ്ങളാണ്. ഒരുവനെ ബന്ധിക്കുന്നു, ഒരുവനെ ബന്ധിക്കുന്നില്ല. അതെന്തുകൊണ്ട്? ഒരുവന് സത്യബുദ്ധി, മറ്റേ ആൾക്ക് സത്യബുദ്ധിയില്ല. ഈ പ്രപഞ്ചത്തിലെ അനുഭവങ്ങൾ, വിഷയാനുഭവങ്ങളിലൊന്നും സത്യബുദ്ധിയില്ല, ആത്മഭിന്നമായിട്ട് യാതൊന്നുമില്ല എന്ന് തത്വജ്ഞൻ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ അവൻ അങ്ങനെ വിഷയങ്ങളെ കൊതിക്കുന്നവനായി ആപ്നോതി, അങ്ങനെ പ്രാപിക്കുന്നില്ല. അപ്പൊ ആ സ്ഥലത്തെ സമാധാനത്തെ തത്വജ്ഞൻ അറിയുന്നു, അല്ലെങ്കിൽ തത്വജ്ഞന് ആ സമാധാനമുണ്ട്. എങ്ങനെ? ആത്മസമാധാനമുണ്ട്, ആത്മതത്വബോധമുണ്ട്. അത് ഒരു കാമകാമിക്ക്, അല്ലെങ്കിൽ ഒരു കാമകാമനിക്ക് അങ്ങനെ അതവൻ പ്രാപിക്കുന്നില്ല. അവൻ സത്യബുദ്ധിയോടുകൂടി വിഷയങ്ങളിൽ പോകുന്നു. വിഷയങ്ങൾ അവനെ വീണ്ടും വീണ്ടും ഭ്രമിപ്പിച്ച് വീണ്ടും വിഷയങ്ങളിലേക്ക് തന്നെ തിരിച്ച് മനസ്സിനെ അശാന്തിപ്പെടുത്തി, അല്ലെങ്കിൽ ബന്ധനസ്ഥനാക്കി, ഫലങ്ങളായ പുണ്യവും പാപവും, ലൗകികമായി പ്രത്യക്ഷമായിക്കോട്ടെ അല്ലെങ്കിൽ അദൃശ്യമായ പുണ്യപാപങ്ങളെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് അവനെ കൂടുതൽ ബന്ധനാക്കി ഈ സംസാരത്തിൽ പെടുത്തി മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ ഈ ഒരു തോണി കാറ്റത്ത് കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് പോലെ ഒരു നിയന്ത്രണവും ഇല്ലാതെ എങ്ങോട്ടോ നമ്മളെ ഒഴുക്കിക്കൊണ്ടുപോകുന്നു. അതാണ് ആ ശ്ലോകം കൊണ്ട് ഒരു തത്വജ്ഞനും വിഷയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഇനിയോ, വിഹായ കാമാൻ യഹ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാരഃ സ ശാന്തിമതി ഗച്ഛതി. യഹ പുമാൻ, ഏതൊരുത്തനാണോ, സർവാൻ കാമാൻ വിഹായ, എല്ലാ വിഷയങ്ങളെയും ഉപേക്ഷിച്ചു. ആ വിഷയങ്ങൾക്ക് ആ സത്യബുദ്ധി ഇല്ല, ആ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കർമ്മയോഗിയാണെങ്കിലും അദ്ദേഹം വിഷയങ്ങളിലേക്ക് പോകുന്ന എല്ലാം ഈശ്വരാർപ്പണമായിട്ടാണ്. ഫലത്തെ ത്യജിച്ചുകൊണ്ട് ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോഴും ഒരു കർമ്മയോഗി എന്ന ജ്ഞാനി പോലും, അദ്ദേഹം ജ്ഞാനിയാണ്, പക്ഷേ അവർ സാധനാ സ്ഥലത്താണ്, തത്വനിഷ്ഠ ഉണ്ടായിട്ടില്ല, പൂർണ്ണത ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടെ അദ്ദേഹം പോലും, ഒരു കർമ്മയോഗി പോലും എല്ലാ വിഷയങ്ങളെ ഉപേക്ഷിച്ച് നിസ്പൃഹ സൻ, ആശയില്ലാത്തവനായിട്ട്, ഇവിടെ തത്വജ്ഞന്റെ നിലയെ പറയുന്നത്, അങ്ങനെ ആശയില്ലാത്തതായിട്ട് ചരതി, ലോകയാത്ര. ഇപ്പൊ ഈ വ്യവഹാരം ജീവിച്ചു, ഈ മരണം വരെ ലോകയാത്ര നടക്കണം, വ്യവഹാരം നടക്കണം, ജീവിതം നടക്കണം. അങ്ങനെ ചെയ്യുന്നുവോ, നിർമ്മമഹ നിരഹങ്കാരഹ, എൻ്റേത് എന്ന നിലയില്ല, ഞാൻ എൻ്റെ എന്നുള്ളത് അങ്ങനെ രണ്ടുമില്ല, നിരഹങ്കാരനും കൂടിയാണ്.
ഞാൻ കർത്താവാണെന്നോ ഇതെല്ലാം എൻ്റെ ആണെന്നോ ഇല്ല, എല്ലാം ആത്മതത്വമാണ്. ആത്മാവിന് ഭിന്നമായി, ഈശ്വരന് ഭിന്നമായി യാതൊന്നും ഇവിടെ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തിരകളെല്ലാം വെള്ളമായിരിക്കെ, അതിൻ്റെ തിര എന്നുള്ള രൂപവും പേരും എല്ലാം വെള്ളം തന്നെയാണ്. കടലിൽ നിന്ന് പൊന്തുമ്പോൾ തിര പൊന്തുന്നു എന്ന് കാണുന്നത് തിര കടലിന് ഭിന്നമല്ല, കടലും തിരയും എല്ലാം വെള്ളമാണെന്ന പോലെ എല്ലാം ആത്മതത്വമാണെന്നറിഞ്ഞ് അവിടെ നിരഹങ്കാരനായി, കർത്താവെന്ന ബോധ്യമില്ല, അല്ലെങ്കിൽ വിദ്വാനെന്നോ അഹങ്കാരമോ അങ്ങനെ ഒന്നും യാതൊന്നുമില്ല. തത്വജ്ഞനാണെന്ന് പോലും അഹങ്കാരമില്ല. ഒരു തത്വജ്ഞൻ, തത്വവിദ്, ഞാൻ തത്വജ്ഞൻ, അവൻ തത്വജ്ഞൻ അല്ലാത്തവൻ, അങ്ങനെയുള്ള അഹങ്കാരം പോലും അവിടെ ഇല്ല. അവിടെ എല്ലാം ആത്മഭിന്നമായിട്ട് യാതൊന്നുമില്ല. അങ്ങനെയുള്ള ആ പരമമായ നിലയിലിരിക്കുന്ന നിർമ്മമൻ, എൻ്റേത് എന്ന നിലയില്ലാത്തവൻ സഹശാന്തി ശാന്തിം അധിഗച്ഛതി, അവൻ്റെ ശാന്തിയെ, മനസമാധാനത്തെ പ്രാപിക്കുന്നു. ഇവിടെ ശാന്തി എന്ന് പറയുമ്പോൾ ആത്മതത്വത്തെ നിഷ്ഠനാവുന്നു, ആത്മതത്വനിഷ്ഠയുണ്ടാവുന്നു ചിത്തശുദ്ധിയിലൂടെ. അപ്പോൾ അങ്ങനെയുള്ള ആ തത്വജ്ഞൻ്റെ നിലയെ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഇവിടെ ഇങ്ങനെ രണ്ടാം അധ്യായം എന്നുള്ളത് അധ്യായം എന്നുള്ള രീതിയിൽ ഭഗവത്ഗീതയിൽ ഇല്ല, ഒന്നിച്ചാണ്. പക്ഷെ ഇവിടെ ഒരു അധ്യായം എന്നുള്ള നിലയിൽ ഇവിടെ തീരുകയാണ്. അടുത്ത ശ്ലോകത്തോടു കൂടി രണ്ടാം അധ്യായം തീരുകയാണ്. യേഷാ ഭ്രാമീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേഭി ബ്രഹ്മനിർവാണമൃച്ഛതി. പാർത്ഥ, അല്ലയോ അർജുന, യേഷാ ഭ്രാമീ സ്ഥിതി, ഇങ്ങനെയുള്ള ബ്രഹ്മനിഷ്ഠയിൽ ഏതാം പ്രാപ്തിയായി ബ്രഹ്മനിഷ്ഠയെ പ്രാപിച്ചിട്ട് ന വിമുഹ്യതി, പിന്നെ ഒരു മോഹം ഉണ്ടാകുന്നില്ല. ഇതിനെ പ്രാപിച്ച് വീണ്ടും മോഹത്തിലേക്ക് അടിമപ്പെടുന്നില്ല. ഒരിക്കൽ പ്രാപിച്ച് തത്വജ്ഞനായി വീണ്ടും അജ്ഞാനിയാകുന്നില്ല. അതിനെ അറിയാത്തത് കൊണ്ടാണ് നമ്മളിത് വിഷയങ്ങളിൽ പെട്ടുപോയി. നമ്മൾ നമ്മുടെ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ആത്മബുദ്ധി എന്ന് വിട്ട് നമ്മുടെ ശരീരാത്മ ബുദ്ധി വന്ന് അതിലൂടെ വിഷയങ്ങളിലേക്ക്, ഇവിടെ അനുഭവങ്ങളിലേക്ക്, ജീവിതത്തിലെ ഈ ജാഗ്രതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലേക്കും പെട്ട് സദ്യബുദ്ധിയിലൂടെ നമ്മൾ ഇതിലേക്ക് മുന്നോട്ട് നേരെ തിരിച്ച് തുഴഞ്ഞത്. ഇപ്പോൾ ഒരു പ്രാവശ്യം അതിനെ, ആ തത്വത്തെ അറിഞ്ഞ് വീണ്ടും അതിലേക്ക് അജ്ഞാനിയാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആകുന്നില്ല. യശാ ബ്രാഹ്മി സ്ഥിതി പ്രാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി, വീണ്ടും മോഹിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ മോഹിക്കുന്നില്ല. അന്ധകാലേ അഭി അസ്യാം സ്ഥിത്വ ബ്രഹ്മനിർവാണം ഋച്ഛതി. അന്ധകാലേ, ഇനിയിപ്പോൾ ഈ വയസ്സായി, ഇനി വയസ്സാം കാലത്ത് ആകുമെന്നാണെങ്കിൽ, അല്ലെങ്കിൽ ബ്രഹ്മചര്യം എല്ലാം കഴിഞ്ഞു, പഠിച്ചു, വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരിട്ട് ആത്മനിഷ്ഠ അല്ലെങ്കിൽ സന്യാസം, ആ പറയുന്ന സന്യാസത്തിലേക്ക്, ഇന്ന് കാണുന്ന സന്യാസമല്ല, ആ ബ്രഹ്മചര്യത്തിൽ കഴിഞ്ഞ് ആ കർമ്മത്യാഗത്തിലൂടെ വൈദികമായ കാമ്യകർമ്മങ്ങളിലെല്ലാം ത്യജിച്ചുകൊണ്ട് സന്യാസിയാകുന്ന, അല്ലെങ്കിൽ നിഷ്ഠതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ബ്രഹ്മനിഷ്ഠന്, അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രഹ്മനിഷ്ഠന്, അതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വൃദ്ധാവസ്ഥയിലും വാനപ്രസ്ഥം, സന്യാസം എന്നുള്ള നിലയിൽ. അപ്പോൾ ഗൃഹസ്ഥാശ്രമം ഇന്നില്ല. ഗൃഹസ്ഥാശ്രമിക്ക് പറഞ്ഞ ഒരു യാഗങ്ങളോ യജ്ഞങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഇന്ന് ഗൃഹസ്ഥാശ്രമി ചെയ്യുന്നില്ല. ഒരു ആശ്രമം എന്നുള്ള നിലയിൽ ഇന്ന് യാതൊന്നും പണ്ടത്തെ കമ്പയർ ചെയ്തുകൊണ്ട് യാതൊന്നുമില്ല, അങ്ങനെ നിലനിൽക്കുന്നില്ല. സന്യാസിയാണെങ്കിലും ബ്രഹ്മചാരിയാണെങ്കിലും ഗൃഹസ്ഥനാണെങ്കിലും അങ്ങനെയുള്ള ധർമ്മങ്ങളൊന്നും ഇന്നില്ല. അന്ന് വൈദിക കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ ഒട്ടുമില്ല. അപ്പം ഇന്നതൊരു നമ്മുടെ സൗകര്യം എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ താത്പര്യം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അതിനെ. അപ്പോൾ ഈ അന്ധകാലേ അഭി അസ്യാം സ്ഥിത്വ, ഈ അന്ധകാലത്തിലായാലും നമ്മൾ ഈ കർമ്മയോഗം സ്വല്പമപ്യസ്യ ധർമ്മസ്യ എന്ന് പറഞ്ഞല്ലോ, കർമ്മയോഗം ചെയ്ത് ഭഗവത് അർപ്പണമായിട്ട് സംഘം ത്യക്തുക, ഫലത്തിൽ സംഘങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ട് ചിത്തശുദ്ധി നേടിയാൽ വയസ്സാം കാലത്തിൽ പോലും അസ്യാസ്ഥിതാം സ്ഥിത്വ, ഈ ബ്രഹ്മനിഷ്ഠയിൽ നിലയുറപ്പിച്ച് ആത്മതത്വത്തിലെ ശ്രവണ മനനാദികളിൽ നിന്നുകൊണ്ട് ആത്മതത്വത്തെ തിരിച്ചറിഞ്ഞ് അതിൽ നിഷ്ഠയുണ്ടായി ബ്രഹ്മനിർവാണം വൃച്ചതി, ബ്രഹ്മസുഖത്തെ, ആ നിർവാണത്തെ പ്രാപിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇവിടെ തന്നെ ജീവിച്ചിരിക്കെ തന്നെ ഈ മോക്ഷത്തെ സിദ്ധിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് രണ്ടാം അധ്യായം ഈ ശ്ലോകത്തോടെ തീരുകയാണ്. അടുത്തത് മൂന്നാം അധ്യായം കർമ്മയോഗം തുടങ്ങും. അതിനു മുന്നേ രണ്ടാം അധ്യായത്തെ സംഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സമ്മറി എന്ന നിലയിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ശരി, നമസ്കാരം.